നമുക്ക് കൂടെയുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക. ചുറ്റുമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചുറ്റുപാടും കാണുന്നേ എന്നൊക്കെ ഒന്ന് ചോദിച്ച് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ശാന്തമാക്കാൻ പറ്റും. പലപ്പോഴും ആൾക്കാർ പറയണ്ട കുറച്ച് ചെറിയ രീതിയിലുള്ള ആശങ്ക നല്ലതാണെന്ന് പറയാറുണ്ട്. ഉണ്ട്. അതിനെ എങ്ങനെ കാണും? അപ്പൊ അതിന്റെ ലക്ഷണങ്ങളായിട്ട് സ്വെറ്റിങ്, കൈ വിയർക്കുന്നു, നെഞ്ച് ഇടുപ്പ് കൂടുന്നു, ഉത്കണ്ഠ വരുമ്പോൾ നെഞ്ചിടിക്കുന്നു, തല ഇറങ്ങുന്നോള് തോന്നുന്നു. ഇപ്പൊ ചിലർക്ക് സൂചി ഭയമാണ്, ബ്ലഡ് ഭയമാണ്, ചില ആളുകളെ ഭയമാണ്. അതെല്ലാം സഹായം ആവശ്യമുള്ള മേഖലകളായിട്ട് കാണണം. ഒപ്പത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നതാണ്. പലപ്പോഴും സാധാരണയായിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കോമൺ പ്രോബ്ലം ആണ് അല്ലെ, ക്ലിനിക്കലി വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ആങ്സൈറ്റി ഡിസോർഡർ. അപ്പം അതെന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ? ആങ്സൈറ്റി ഡിസോർഡർ എന്താന്ന് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഉത്കണ്ഠയാണ്. പക്ഷെ ഉത്കണ്ഠയുടെ പുറകിൽ നല്ല ഭയം ഉണ്ടായിരിക്കും. ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഭയം. അത് നമ്മുടെ ജോലിയെ ബാധിക്കുന്നു, റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു. എല്ലാത്തിലും ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്, ദിവസങ്ങളോളം നിലനിൽക്കുന്നു. അതിനെ ഉത്തേജിപ്പിക്കുന്ന ഭയത്തിനുള്ള ചിന്തകള്, ആ ഭയം കാരണം ആ ചിന്തകളും ആ രീതിയിലായിരിക്കുമല്ലോ. ഏതൊരു ചെറിയ കാര്യത്തെയും അഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക്. അതെ. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഈ ഉത്കണ്ഠ. അപ്പൊ അതില് ഭയം പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഉത്കണ്ഠ ഉള്ളവർക്ക് ഭയം ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പൊ അത് നാളുകളോളം നീണ്ടു നിൽക്കുന്നു, അത് മാറുന്നില്ല. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുക. എന്ത് കാര്യത്തിലും അമിതമായിട്ടുള്ള ഭയം, ആശങ്ക, ഉത്കണ്ഠ. അതെനിക്ക് പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, അത് ചെയ്താൽ എന്തായിരിക്കും, ചിന്തകളും ഉണ്ട്. ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ ഒത്തിരി ടൈപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതില് കാണുന്ന വിവിധ തരങ്ങളിലുള്ള ആങ്സൈറ്റീസ് ഏതൊക്കെയാണ്? അതെ, നമ്മൾ പറഞ്ഞത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഒന്നുമാണ്. അതുപോലെ തന്നെ പാനിക് അറ്റാക്ക്, അത് പലരും പറയാറുണ്ട് അല്ലേ. പാനിക് അറ്റാക്ക് ഉണ്ടായി. അപ്പൊ അതിന്റെ ലക്ഷണങ്ങളായിട്ട് നെഞ്ചിരിക്കുന്നു, തല ഇറങ്ങുന്നോള് തോന്നുന്നു, ശ്വാസം ബ്രീത്തിങ് പ്രോബ്ലം, ശ്വാസം കിട്ടാത്ത പോലെ വരുന്നു, കൈയിലൊക്കെ വിയർപ്പ് വരുന്നു, അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകൾ, ഈ പാൽപിറ്റേഷൻസ്, അതായത് ചങ്ക് ഇടിപ്പ് ദ്രുതഗതിയിലാകുന്നു, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഈ പാനിക് അറ്റാക്ക് കൊണ്ടുണ്ടാകാം. അപ്പൊ ഈ പാനിക് അറ്റാക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഈ ട്രൗമ, അതിന്റെ ഓർമ്മകൾ, അല്ല അത് പെട്ടെന്ന് ആകണമെന്നില്ല, അതൊരു കാരണമായിട്ട് മാറാം. ട്രിഗർ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ചില സാഹചര്യങ്ങള്, ചില ആളുകള്, ചില പ്രത്യേകതകൾ കൊണ്ടൊക്കെ പാനിക് അറ്റാക്ക് ഉണ്ടാകാം. അതും ഈ ആങ്സൈറ്റി ഡിസോർഡറിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാകാം. ചില ക്ലയൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം പെട്ടെന്ന് ഒരു ഓഫീസില് ബോസ് പെട്ടെന്ന് ഷൗട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ടപ്പോ തന്നെ പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നു, ശ്വാസം കിട്ടാതെ വരുന്നു, സംസാരിക്കാൻ പറ്റാതെ വരുന്നു. ഇതൊക്കെ ഈ ഒരു പാനിക് ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. തീർച്ചയായിട്ടും അതെ. അതുപോലെ തന്നെ ചില ചൈൽഡ്ഹുഡ് ട്രൗമ, പ്രത്യേകിച്ച് സെക്ഷൽ അബ്യൂസിനൊക്കെ ഇരയായവര്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഈ പാനിക് അറ്റാക്ക് ലേറ്റർ ഓൺ ലൈഫിൽ, ഒരു ടീനേജ് കാലഘട്ടങ്ങളിലൊക്കെ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഏത് കാറ്റഗറിയിലാണ് കൂടുതലായിട്ടും കാണുന്നത്? അങ്ങനെ ഉണ്ടോ? കൗൺസിലിങ്ങിനൊക്കെ വരുന്ന അനേകം കുട്ടികൾ മീൻസ് കൗമാരക്കാരില് ഈ പാനിക് അറ്റാക്ക് ധാരാളമായിട്ട് കാണാറുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോകുന്ന, ബലമില്ലാതെ പാനിക് അറ്റാക്കിന്റെ എല്ലാ സിംറ്റംസും കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മുതിർന്നവരിലും ഉണ്ട്, അത് പ്രായഭേദമന്യേ ഉണ്ട്, ഈ ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഫോബിയാസും ഉണ്ട്. ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ പെട്ടതാണ് പലതരം ഫോബിയ, ഭയം, പലതിനോടുമുള്ള ഭയമുണ്ട്. നമ്മളിപ്പോ അഗാരോഫോബിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ചില ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, ഭയമുള്ളത്, അതിനാണ് ആ ഒരു ഇത് പറയുന്നത്. പക്ഷെ അതല്ലാതെ പലതരത്തിലുള്ള ഫോബിയ ഉണ്ടല്ലോ. ഉയരത്തിനോടുള്ള ഭയം, അല്ലെങ്കിൽ മൃഗങ്ങളോടുള്ള ഭയം, സ്പെസിഫിക് ഫോബിയാണ് അണ്ടറിൽ വരുന്നത്. ബ്ലഡ് കാണുമ്പോഴുള്ള ഭയം, അങ്ങനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള ഭയം. അപ്പൊ അതെല്ലാം ഫോബിയാസ് ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സിന്റെ ഒരു ടൈപ്പിലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഭയമായിട്ടുള്ളത്, ഭയവും ഉത്കണ്ഠയും. പിന്നെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറും ഒരു പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട്
കാണുന്നുണ്ടല്ലേ? സാമൂഹികമായിട്ടുള്ള ആളുകളോട് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിനോടുള്ള ഭയം, ഓക്കെ സോഷ്യലി ഒത്തിരി ആളുകൾ കൂടിയിരിക്കുന്നിടത്തൊക്കെ പോകാനുള്ള ഭയം, ഓക്കെ അത് കുട്ടികളിലും ഉണ്ട്, മുതിർന്നവരിലും ഉണ്ട്. ഓക്കെ അതൊക്കെ ഇങ്ങനെ ഒരു ഡിസോർഡർ ആകണമെങ്കിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത്ര മാസത്തിനുള്ളിൽ അതിനൊരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതൊരു ഡിസോർഡർ ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ സിംറ്റംസും ചെറിയ ലക്ഷണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെറിയ ഭയങ്ങളും ചെറിയ ആശങ്കകൾ പോലും കൂടി സീരിയസ് ആയിട്ട് എടുത്ത് അതിനെ വർക്ക് ഓൺ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ ചില കുട്ടികൾക്ക് പോകാനുള്ള മടി, സെപ്പറേഷൻ ആങ്സൈറ്റി ആണല്ലോ ചെറുപ്പകാലത്ത് കുട്ടികൾ കാണിക്കുന്ന ഒരവസ്ഥ. പേരൻസിൽ നിന്ന് നോർമലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടിനാണല്ലോ നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ടാവുമെന്ന് വെച്ചോ സ്കൂളിൽ, ഇപ്പൊ ടീച്ചേഴ്സ് ഒരു ഡിവിഷൻ മാറി വരുന്ന കൊച്ചിനോട് മോശമായിട്ടൊന്ന് സംസാരിക്കുക, എന്തിനാ ഇതെല്ലാം കൂടെ എൻ്റെ ക്ലാസ്സിലോട്ട് വരുന്നത്, അങ്ങനെയുള്ള സംഭാഷണങ്ങളാകാം. ചിലപ്പം അവരെ നല്ല രീതിയിൽ സ്വീകരിക്കാത്ത ചില സംഭാഷണങ്ങളാകാം. അതൊക്കെ ഇതിനെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിലത് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ഒട്ടും സാധിക്കാതെ വരുന്ന അവസ്ഥ ചില കുട്ടികളിലൊക്കെ പലപ്പോഴും ഇങ്ങനെ പ്രാക്ടീസിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം ചില ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ചില ജഡ്ജ്മെന്റ്സ്, അതായത് റോങ് ജഡ്ജ്മെന്റ്സ് പലപ്പോഴും ഒരു ആങ്സൈറ്റിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. പിന്നീട് ചില സബ്ജക്റ്റുകൾ പോലും കൂടി പഠിക്കാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ അവർ പോകുന്നത് പോലെയൊക്കെ കാണാറുണ്ട്. അതെ, ഇനിയും കുട്ടികളെ പോലെ തന്നെ കൗമാരക്കാരിലും ഇപ്പൊ ചില സിറ്റുവേഷനിലൊക്കെ ആകുമ്പോഴേക്കും അവര് ഈ പാനിക് അറ്റാക്ക് വരുക, സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരിലും പാനിക് അറ്റാക്ക് വരാം. അപ്പൊ പാനിക് അറ്റാക്ക് വരുമ്പോൾ നമുക്ക് കൂടെ ഉള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ആ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക. ചുറ്റുമുള്ള എന്തൊക്കെ കാര്യങ്ങളാ ചുറ്റുപാടും കാണുന്നേ എന്നൊക്കെ ഒന്ന് ചോദിച്ച് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ശാന്തമാക്കാൻ പറ്റും. ഒരു 5 കാര്യങ്ങളൊന്ന് എണ്ണി പറയാം. ഇപ്പൊ നമ്മൾ ചുറ്റുപാടും കാണുന്ന ഒരു 5 കാര്യങ്ങൾ നല്ലൊരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ്. അതെ 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 നമ്മൾ കൂടെ അങ്ങനെ ഒരാൾ പാനിക് അറ്റാക്കിലേക്ക് സോഷ്യൽ ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട് പോകുന്നു, അല്ലെ പാനിക് അറ്റാക്ക് വരുന്നു, നെർവസ് ആകുന്നു, ഭയം വരുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് കാമാക്കാൻ വേണ്ടി ബ്രീത്തിങ് എക്സർസൈസ് ഒന്ന് ചെയ്യിപ്പിക്കാൻ പറ്റും. ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇൻഹേൽ എക്സ്ഹേൽ ചെയ്യാനായിട്ട് പറയാം. അതെ, ആ സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഡീപ് ബ്രീത്തിങ് ഒരു 3 ടൈംസ് ചെയ്യിപ്പിക്കാം. ചുറ്റുമുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നൊന്ന് നെയിം ചെയ്യാമോ? എനിക്ക് ഒരു വിളക്ക് കാണാം, അല്ലെങ്കിൽ ചുറ്റുപാട് ആളുകളെ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണാം. അങ്ങനെ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ സഹായിക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ സോഷ്യൽ ആങ്സൈറ്റി വളരെയധികമായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്, അല്ലെ ലേസി ആണെന്നൊക്കെ ലേബൽ ചെയ്യാതെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു അവസ്ഥയാണ്, ഇതൊരു ഡിസോർഡറിന്റെ ഭാഗമാകാം, അതിന് ഹെൽപ്പ് കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. കുട്ടികൾ മടി പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഇതിന് പുറകിൽ എന്തോ ഒരു കാരണം ഉണ്ടെന്നുള്ളത്, അത് തിരിച്ചറിയാന്നുള്ളതും പ്രധാനമാണ്. അത് തന്നെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഗവൺമെന്റിന്റെ സെന്റർ ആണല്ലോ. അപ്പൊ അവളുടെ കുട്ടികളെ ഇതുപോലുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാനും ഫ്രീ ആയിട്ട്, അപ്പൊ അവിടെ പോകുന്ന വണ്ടിയോ കൂലിയൊക്കെ അല്ലേ കാര്യമാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സെന്ററുകളിൽ കുട്ടികളെ നന്നായിട്ട് അവരെ അസസ് ചെയ്ത് ഇന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുകയും പേരൻസിന് അവബോധം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് പേരൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. എനിക്ക് തോന്നുന്നു ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിസോർഡർ ആണ് OCD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ OCD-നെ കുറിച്ചിട്ടൊന്ന് വ്യക്തമാക്കാം. നമ്മളതൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു അല്ലേ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അത് ഇപ്പം നമ്മുടെ ആ തോട്ട്സ്, ഒബ്സസീവ് ആയിട്ടുള്ള തോട്ട്സ്, അതാണ് ഒരു കാരണം അല്ലേ. ആ തോട്ട്സ് നമുക്ക് നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. വീണ്ടും 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 അത് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ ഒബ്സഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കമ്പൽഷൻ ഉണ്ട്. കമ്പൽഷൻ എന്ന് പറയുമ്പോൾ അത് ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുക. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഹാൻഡ് വാഷിങ് പറ്റുന്നില്ല. നമ്മുടെ കയ്യെ മുഴുവൻ കണ്ടാമിനേറ്റഡ് ആണെന്നുള്ള ചിന്തയാണ്. നമ്മൾ മുഴുവൻ കണ്ടാമിനേറ്റഡ് ആണ്, അതൊന്ന് കഴുകിയാലും പോകുന്നില്ല. വാഷ് എന്നൊക്കെയാണല്ലേ കാറ്റഗറി പറയുന്നത്. അതെ 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 അതെ. അതുപോലെ തന്നെ നമ്മുടെ ചിന്തയിൽ നമ്മളിത് ചെയ്തോ, നമ്മൾ മുറി പൂട്ടിയിട്ടാണോ വന്നേ, പല പ്രാവശ്യം ചിന്തിച്ച് നമ്മൾ അസ്വസ്ഥതപ്പെടുക. അപ്പോൾ അത് നമ്മളുടെ ബാക്കി പല കാര്യങ്ങളെയും ബാധിക്കുക. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ചിന്തിക്കുന്നില്ല, മറന്നു പോകുന്നെന്ന് ഇത് വരുന്നു. അപ്പോൾ നമ്മളെ അത്
നന്നായിട്ട് ഈ ഒബ്സഷനും കമ്പൾഷനും ഉള്ളതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഓക്കെ, തോട്ട് ഒബ്സഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു. ഓക്കെ, അതെ, തോട്ടിലും ബിഹേവിയറിലും. ഓക്കെ, അപ്പൊ അതിന് അവർക്ക് അവയർനെസ് ഉള്ളത് കൊണ്ട് അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു ഡിസോർഡർ ആണ്. സിസ്റ്ററെ, നമ്മളിപ്പോ ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ പലപ്പോഴും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പറയുന്ന ഒരു ആശങ്കയാണ്, ഇപ്പം ഞങ്ങളൊരു 5 മിനിറ്റ് ലേറ്റ് ആയപ്പോ അവിടെ നിന്ന് അമ്മ ഫോൺ വിളിക്കും, ഓക്കെ ഇപ്പൊ വരാം എന്ന് പറയും, പിന്നെ വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വീണ്ടും വിളിക്കും. അപ്പം വീട്ടിലെത്തുന്നോടും വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോളുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിട്ട് വളരെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. പിന്നെ അത് ഗ്രാജുവലി വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന ഒരു കാര്യം സംഭവിക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന്. അത് ആങ്സൈറ്റി കൊണ്ട് തന്നെയാണ്, ഭയം കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ. പിന്നെ നമ്മൾ ദിവസവും കേൾക്കുന്ന ന്യൂസിലും എല്ലാം ഇങ്ങനെ ഉണ്ടല്ലോ, ആക്സിഡന്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, TV-യിലുണ്ട്, വാർത്തയുണ്ട്, പത്രത്തിലുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഈ ആങ്സൈറ്റിയെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ് ചുറ്റുപാട് നടക്കുന്നത്. അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾ ആ ഫോൺ എടുക്കുന്നത് പോലെ സേഫ് അല്ല. പക്ഷെ നമ്മൾ അത് ചിന്തിക്കാതെ ആയിരിക്കും ചിലപ്പം നമ്മുടെ ആങ്സൈറ്റി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, കാമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതി പോലും ഹെൽത്തി ആയിരിക്കണമെന്നില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആങ്സൈറ്റി പല കുടുംബ ബന്ധങ്ങളെയും തകർക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കൗൺസിലിംഗ് സെഷനിലൊക്കെ മനസ്സിലാക്കുമ്പോഴേ. അതായത് കുട്ടികളുടെ ജീവിതത്തിലുള്ള അമിതമായ ഇടപെടൽ, വിവാഹ ജീവിതത്തിന് ശേഷം പേരൻസ് അമിതമായിട്ട് ഇടപെടാറുണ്ട്. അപ്പൊ അമിതമായിട്ട് ഇടപെടുന്നത് ഈ ഒരു ഉത്കണ്ഠയും ഭയവും കൊണ്ടാണ്. അപ്പൊ അവരുടെ പ്രായത്തിന് അനുസൃതമായിട്ട് അവർ പക്വതയിലേക്ക് പോകുന്നുണ്ട്, അവര് കാര്യങ്ങൾ സ്വയമേ ചെയ്തുകൊള്ളും, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ആ ഒരു ബൗണ്ടറി ഇല്ലാതെ ഇടപെടുമ്പോൾ എല്ലാ കാര്യത്തിലും അവർ അഭിപ്രായം പറയുന്നു, അല്ലെ നിയന്ത്രിക്കാൻ നോക്കുന്നു. അതെല്ലാം ഇങ്ങനെയുള്ള മേഖലകളിലെ ഒരു പ്രശ്നമാണല്ലോ. ഉത്കണ്ഠ കൊണ്ടും ഭയം കൊണ്ടും വ്യക്തിത്വ വൈകല്യങ്ങളും ഒക്കെ കൊണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ അതെല്ലാം ഈ കുടുംബജീവിതത്തെ നമ്മൾ ഇടപെടേണ്ടാത്തടത്ത് ഇടപെടുമ്പോൾ ഉത്കണ്ഠ കൊണ്ടും ഇടപെടുന്നു. അതാണ് ഇപ്പൊ പറയുന്ന പോലെ നമ്മൾ അമിതമായിട്ടുള്ള ആങ്സൈറ്റി ഒന്നിനൊരു പരിഹാരമല്ല ഉണ്ടല്ലോ അല്ലെ. അതിപ്പം വചനത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഇങ്ങനെ ആകുലരാകരുതെന്നൊരു ഒത്തിരി തവണ ഇങ്ങനെ വചനത്തിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഈ ഒരു ആകുലത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് അനേകം തവണ വചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഹെൽപ്പ് സീക്ക് ചെയ്യാന്നുള്ളത് തന്നെയല്ലേ. അല്ലെ, എനിക്ക് അമിതമായ ഉത്കണ്ഠ അത് പ്രയോജനത്തെക്കാളേറെ ദോഷം ചെയ്യുക എന്റെ ഉത്കണ്ഠ. അങ്ങനെ ഒരു തിരിച്ചറിവ് വരുമ്പോ തന്നെ നമുക്കൊന്ന് ശാന്തരാകാൻ പറ്റണമല്ലോ. പിന്നെ അതിനെന്തെങ്കിലും റീസൺസ്, ബയോളജിക്കൽ അല്ലെ പാസ്റ്റ് ചൈൽഡ്ഹുഡില് റീസൺസും ഉണ്ടാകാം. അപ്പൊ അതുപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വേറെ അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്, ആങ്സൈറ്റിയുടെ പ്രോബ്ലംസ്. അതായത് പല ഡിസോർഡേഴ്സിന്റെയും കോസ് ആയിട്ട് ഇതിങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യസമയത്ത് തന്നെ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ വ്യക്തിയെ ബാധിക്കുന്നത് പോലെ തന്നെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു, കുട്ടികളെ ബാധിക്കുന്നു. അപ്പൊ അതിന് കൃത്യസമയത്തുള്ള ട്രീറ്റ്മെന്റിന് നമ്മൾ തയ്യാറാകണം, തിരിച്ചറിവ് വേണം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഈ ആങ്സൈറ്റി ഡിസോർഡറിലെ ഒരു ടൈപ്പാണ് തോന്നുന്നു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇന്നത്തെ നമ്മുടെ ഒരു സാഹചര്യത്തില് ഉള്ള ഒരു കേസാണ് അല്ലെ. എല്ലാ ക്ലിനിക്കിലും ഒരു ദിവസം ഒരു 3-4 കേസുകൾ ഈ PTSD ആയിട്ട് വരുന്നുണ്ട്. PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറാണ്. അപ്പൊ അത് ട്രൗമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള, അത് അപകടങ്ങളാകാം, മരണമാകാം, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഉണ്ടായ ട്രോമയാകാം. അപ്പൊ ചില പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ എല്ലാവരെയും നഷ്ടപ്പെട്ടവരുണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കോവിഡ് കാലത്ത് നമുക്ക് അത് വലിയ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡന്റ്, മരണം, അതുണ്ടാക്കുന്ന ട്രോമയാകാം. ചിലപ്പോൾ നൈറ്റ് മെയേഴ്സ് ആയിട്ട്, സ്വപ്നത്തിൽ അല്ലെ, പേടിപ്പെടുത്തുന്ന സ്വപ്നമായിട്ടും, ഫ്ലാഷ് ബാക്സ് ആയിട്ട്, അതെല്ലാം പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ചിലപ്പം നമ്മൾ പുറത്ത് കാണിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരിക്കും, ചിലപ്പം അമിതമായി കരയുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, സ്ട്രെസ് ആണ് അതിൻ്റെ അകത്ത് നമ്മളെ സ്ട്രെസ്ഡ് ആക്കുക. അപ്പൊ അത് നമ്മൾ പല രീതിയിലാണ് അത് പുറത്ത് കാണിക്കുന്നത്.
സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെ എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ട് അതിനെയൊന്നും ഇഫക്റ്റീവായിട്ടുള്ള ഒരു കൗൺസിലിങ്ങോ ഹീലിങ്ങോ ഒന്നും കിട്ടാതെ മുന്നോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ ഒരു റേപ്പ് ഇരയാക്കപ്പെട്ട കുട്ടി, അത് പറയാൻ അപമാനം ഒന്നും പറയാൻ പറ്റാതെ ഉള്ളിലെല്ലാം സപ്രസ് ചെയ്ത് അനേകം നാളുകൾ പോയി കഴിഞ്ഞപ്പോൾ, അപ്പൊ അങ്ങനെയെല്ലാം PTSD രൂപപ്പെടാം. അത് പിന്നീട് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പാനിക് അറ്റാക്ക് ആയിട്ട് വരാം. ഇതെല്ലാം PTSD-യിൽ വരാവുന്ന ഡെയിലി ഫങ്ഷനിങ്ങിനെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഡെയിലി ഫങ്ഷനെ ബാധിക്കുന്നുണ്ട്. അതിന് ഇഫക്റ്റീവായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കണം. അവിടെയാണ് നമ്മൾ പറഞ്ഞ EMDR തെറപ്പി ഉപയോഗിക്കാൻ പറ്റും ആ ട്രോമയെ ഹീൽ ചെയ്യാനായിട്ട്. അതൊരു നല്ല സാവകാശം പോകേണ്ട ഒരു ഹീലിംഗ് പ്രക്രിയയാണ് കൗൺസിലിങ്ങിൽ. അത് കുറച്ച് സെഷൻസ് എടുക്കുക, അങ്ങനെയുള്ള ഒരു PTSD-യിൽ ഒരു സൗഖ്യം കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ റീട്രോമറ്റൈസ് ചെയ്യാതെയാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ പല ട്രോമകളും ഉണ്ടാകാം, ഒന്നിനോട് ബന്ധപ്പെട്ടും ഇരിക്കും. അപ്പൊ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ട്രോമ എന്താണ്, അപ്പൊ അത് അങ്ങനെ റിലേഷൻഷിപ്പും ഉണ്ടാവും ട്രോമയ്ക്ക്. അപ്പൊ അതെല്ലാം ഓരോരോ സെഷനിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഓരോ ട്രോമകളും ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. അതെ. EMDR പോലുള്ള തെറപ്പിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് ഹീലിംഗ് പോസിബിൾ ആണെന്നുള്ളതാണ്. പക്ഷെ ഈ PTSD ആണോ എന്ന് ഇപ്പൊ അതിലൂടെ കടന്നു പോകുന്നവർക്കോ ചുറ്റുപാടുള്ളവർക്കോ മനസ്സിലാവണമെന്നില്ല. പുറത്ത് കാണിക്കുന്നത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളായിരിക്കാം. അമിതമായ ദേഷ്യം, പിന്നെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം, അല്ലെങ്കിൽ പഠനത്തിലെ പ്രശ്നം, അല്ലെ ജോലിയിലെ പ്രശ്നം, അങ്ങനെയൊക്കെ ആയിരിക്കാം കാണിക്കുന്നത്. പക്ഷെ അത് ഒരു കൗൺസിലിംഗ് സെഷനിലാണല്ലോ മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ 2-3 വർഷം മുമ്പാ സംഭവിച്ചത്. പക്ഷെ അതുകൊണ്ടാണ് ആൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ചുറ്റുപാടുള്ളവർക്ക്, കൂടെ ജീവിക്കുന്നവർക്ക് ചിലപ്പം അറിയണമെന്നില്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആങ്സൈറ്റി ഒക്കെ വളരെ പീക്കിലേക്ക് എത്തുമ്പോഴത്തേനെ ഇവരുടെ വൈറ്റൽസ് ഒക്കെ ഭയങ്കര വേരിയേഷൻസ് കാണിക്കും. തീർച്ചയായിട്ടും BP പെട്ടെന്ന് കൂടുന്നു. അത് പിന്നെ സൊമാറ്റിക് ആയിട്ടുള്ള ഇൽനെസ്സസ്, ചിലപ്പം വയറ്റിലെ പ്രശ്നങ്ങള്, അൾസർ, ഇപ്പൊ ചിലരിൽ ഗ്യാസ് പ്രോബ്ലംസ്, ഈ ആങ്സൈറ്റി വരുമ്പോൾ അങ്ങനെ വരാമല്ലോ. ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, ബയോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസും ഈ ആങ്സൈറ്റി കൊണ്ടും ഈ PTSD കൊണ്ടും വരാം. ഇപ്പൊ ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇപ്പം നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? ബ്രീതിങ് എക്സർസൈസ് ഉണ്ടല്ലോ, ഒന്ന് കാമാകാനായിട്ട് ശരിക്കും നിവർന്നിരിക്കുക, കാല് തറയിൽ ഉറപ്പിക്കുക, നിവർന്നിരുന്നിട്ട് ശാന്തമായിട്ട് ഒരു ഡീപ് ബ്രെത്ത് എടുത്ത്, ആ ബ്രെത്ത് എടുക്കുമ്പോൾ 1 2 3 4 ശ്വാസം വലിച്ചെടുക്കുന്നു. അതൊരു ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ 4 3 2 1 മൂക്കിക്കൂടെ ശ്വാസം റിലീസ് ചെയ്ത് കാമാകാനായിട്ട് നോക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ശാന്തമാകാനായിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് ശീലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ എടുത്തു ചാടുന്ന ഇമ്പൾസീവായിട്ട് ചിലപ്പോൾ നമ്മൾ ഫോൺ വിളിക്കാൻ നമുക്ക് തോന്നുന്നു കൊച്ചെവിടാ, ഇപ്പൊ നമുക്ക് ആങ്സൈറ്റി കാരണം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ഒന്ന് ചെയ്തിട്ട് നമ്മളത് വിളിച്ചാൽ, ഇപ്പൊ ഫോൺ വിളിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമായിരിക്കും, ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം, ശാന്താകാൻ നമുക്കൊന്ന് പറ്റുന്ന ഒരു കാര്യം, ഒരു ചെറിയ മെത്തേഡാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കൗൺസിലേഴ്സ് ഇങ്ങനെ അഡ്വൈസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ തോട്ട് റെക്കോർഡ്, നമ്മുടെ എന്താണ് ആങ്സൈറ്റി അതിനെ ജേർണൽ ചെയ്യുക, അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ. തീർച്ചയായിട്ടും ജേർണലിംഗ് ഒക്കെ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ചിലർക്ക് അതൊക്കെ എന്താണ് അവരിൽ സംഭവിക്കുന്നത്, തോട്ട്സും ഇമോഷൻസും നമ്മൾ എഴുതാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. എന്തൊക്കെയാണ് ഇങ്ങനെ നമ്മളെ ട്രിഗർ ചെയ്യുന്ന തോട്ട്സ്. തീർച്ചയായിട്ടും ജേർണലിംഗ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലും സെൽഫ് അവയർനെസ്സിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മള് ദൈവസന്നിധിയിൽ ദൈവത്തിന് അവരെ സമർപ്പിക്കുക. നമ്മുടെ പല ഉത്കണ്ഠയ്ക്കും പരിഹാരം നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചാൽ നമ്മുടെ കുട്ടികളെയും നമ്മുടെ ലവ്ഡ് വൺസിനെയും നമ്മളെക്കാളും സ്നേഹിക്കുന്നത് ദൈവമാണല്ലോ. എൻ്റെ കുഞ്ഞിന് എന്നെക്കാളും സ്നേഹം ഈശോയ്ക്കാണെന്ന് ഉള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിന് കൊടുക്കുക. ഈശോയെ നമ്മൾ അവനെ കാത്തു
പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുവാണല്ലോ. നമ്മുടെ ഉത്കണ്ഠകളെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. അത് നല്ലൊരു ടെക്നിക്കാണെന്ന് തോന്നുന്നു. വചനം പറഞ്ഞ്, സംരക്ഷണത്തിന്റെ വചനമുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ടെക്നിക്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ശാന്തത നമുക്ക് ശീലിക്കാൻ പറ്റും. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. വചനം തന്നെ തമ്പുരാൻ വചനം തന്നിട്ടുണ്ടല്ലോ, ഉത്കണ്ഠപ്പെടേണ്ട, ആകുലരാകുന്നത് കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴവെങ്കിലും കൂട്ടാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു അവയർനെസ് ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാറ്റേണിൽ ഈ ഉത്കണ്ഠ മൂലമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അത് അവെയർ ആകുക എന്നുള്ളതും, ഇപ്പം മക്കളൊക്കെ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ആകുലത കൊണ്ടാണ്, എൻ്റെ അതൊക്കെ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ആങ്സൈറ്റി ഒരു ഡിസോർഡർ ആയിട്ട് നമ്മൾ കാണുമ്പം ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പം അതിൽ ഒരു മൈൽഡ് ഫോം ഓഫ് ഒരു ആശങ്ക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പം പലപ്പോഴും ആൾക്കാർ പറയണ്ട കുറച്ച് ചെറിയ രീതിയിലുള്ള ആശങ്ക നല്ലതാണെന്ന് പറയാറുണ്ട്. അതിനെ എങ്ങനെ കാണുന്നത്? അതെ, പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ നമുക്കൊരു പേടിയുള്ളത് കൊണ്ടല്ലേ നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ അതിന്റെ കോൺസിക്വൻസസ്, നമ്മൾ തോറ്റുപോയാൽ നമുക്ക് ഷെയിമുണ്ട്, മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ബെനഫിറ്റ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ആ ചെറിയ പേടി നമ്മളെ പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ഒരു ചെറിയ ആങ്സൈറ്റി സഹായിക്കുമെന്ന് പറയാം. നല്ലതാണ്. അതെ, എന്ത് കാര്യങ്ങളിലും. അതെ, അതായത് ചില മോറൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ കോൺസിക്വൻസസിനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ളതുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. നമ്മൾ ആ ഒരു പല ക്രൈറ്റീരിയകൾ കൊണ്ട് ഇങ്ങനെ ഒരു ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുന്നതിനെയും ഒരു സിവിയർ മോഡറേറ്റ് ഒക്കെ ഫോമിലുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചെറിയ രീതിയിലുള്ള ഭയങ്ങളൊക്കെ നമ്മളെ സഹായിക്കുമല്ലോ, നന്നായിട്ട് പോകാനും നമ്മൾ കോഷ്യസ് ആകാനും വിവേകം ഉപയോഗിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇതെവിടെയാണ് സഹായം എടുക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവാണ്. അതെ, നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ട്, നീണ്ടു നിൽക്കുന്നുണ്ട്, നമ്മുടെ വർക്കിനെ ബാധിക്കുന്നുണ്ട്, പഠനത്തെ ബാധിക്കുന്നുണ്ട്, ജോലിയെ ബാധിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്, നമ്മളെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം ആണല്ലോ അടയാളം. നമ്മുടെ ഓവറോൾ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്ന ഏതെങ്കിലും രീതിയിലേക്ക് ആങ്സൈറ്റി മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെൽപ്പ് എടുക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേക സാഹചര്യങ്ങളോടുള്ള ഭയങ്ങളും എല്ലാം, ഇപ്പൊ ചിലർക്ക് സൂചി ഭയമാണ്, ബ്ലഡ് ഭയമാണ്, ചില ആളുകളെ ഭയമാണ്. അതെല്ലാം സഹായം ആവശ്യമുള്ള മേഖലകളായിട്ട് കാണണം. ചില കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് സൊസൈറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഹെൽപ്പ് സീക്ക് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പം സിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ എക്സ്പോഷർ തെറാപ്പി അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് എല്ലാവരുടെയും കാര്യത്തിൽ എല്ലാം വിജയപ്രദമാകണമെന്നില്ല. അപ്പൊ അത് നമ്മൾ കുറെ സമയം എടുത്തായിരിക്കാം. ഇപ്പൊ എല്ലാവർക്കും എക്സ്പോഷർ തെറാപ്പിയിലേക്ക് പോലും അവര് സന്നദ്ധരാകണമെന്നില്ല. അപ്പൊ അത് ഒരു തെറപ്പിസ്റ്റിന്റെ ഒരു ബന്ധമുണ്ടല്ലോ ക്ലയന്റുമായിട്ട്. അപ്പൊ അതിലൂടെ അനേകം നാളുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് സാധിക്കുന്നത്. എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ ആയിരിക്കുകയല്ല അതിന്റെ ഫലം വരുന്നത്. ഇപ്പം നമ്മൾ ഈ ആങ്സൈറ്റിനെ കുറിച്ച് കാണുമ്പോൾ ഇപ്പം ഇതിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഹെൽപ്പ് എടുക്കാൻ വേണ്ടി വില്ലിങ് ആകുമ്പോൾ ആ ആള് മാറ്റേണ്ട അല്ലെങ്കിൽ തുടങ്ങേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഉറക്കം ഏറ്റവും നല്ലൊരു ആവശ്യമായ ഘടകമാണ്. ഇപ്പൊ പലരിലും ഒരു സ്ലീപ്പ് ഹൈജീൻ ഇല്ലാത്ത ഒരു കാലഘട്ടം അല്ലെ. സ്ക്രീൻ ടൈം കൂടി വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു, ഉണരുന്നതും വളരെ ലേറ്റ് ആയിട്ട്. അപ്പൊ അത് ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പം ഇപ്പൊ സ്കൂളുള്ളപ്പം അല്ലെങ്കിൽ അവധിയുള്ളപ്പം ഒത്തിരി നേരം ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു സ്ലീപ്പ് ഹൈജീൻ, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റാ നമ്മുടെ മാനസികാരോഗ്യത്തിന്. അത് ഏത് ഡിസോർഡറിൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ആങ്സൈറ്റി ഒക്കെ ഉള്ളവരും അത് ആങ്സൈറ്റിയിലോട്ട് നയിക്കാം, സോഷ്യൽ ആങ്സൈറ്റി കൂട്ടാം. അപ്പൊ ഈ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗമുള്ള ഈ കാലഘട്ടത്തിൽ പലരും സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത അത് പലപ്പോഴും പറയാറുണ്ട്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ മാറ്റി വെക്കണം, മെലറ്റോണിന്റെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാത്തതുണ്ട്. അതുപോലെ എക്സർസൈസ് ചെയ്യുക. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ എക്സർസൈസ്. പക്ഷെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അതിനുള്ള സമയം കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ശീലിക്കുക, സമയത്ത് കഴിക്കുക, ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ്, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. എന്നാലും ഈ ആങ്സൈറ്റി ഒരു പീക്കിലെത്തി കഴിയുമ്പോഴത്തേനും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പലപ്പോഴും സിഗരറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഗം ചൂ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചിലർ കാപ്പി കുടിച്ചോണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും കാപ്പി വേണം. നേരെ എതിരെ നിൽക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു
ഒരു പക്ഷേ കോഫി കാര്യങ്ങളൊക്കെ അല്ലേ? അതെ അതെ, കഫീന്റെ ഇൻടേക്ക് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. ഓക്കെ. മുമ്പേ പറഞ്ഞതുപോലെ BP ഒക്കെ കൂട്ടും. അപ്പൊ ശരിയാണത്. അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ഏത് തന്നെ ആയാലും, അതിപ്പോ ഗം ആകട്ടെ, അല്ലെങ്കിൽ കാപ്പി ആവട്ടെ, ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉപയോഗിക്കുന്നതാവട്ടെ, അത് നമ്മൾ ശീലമാക്കി മാറ്റി കഴിയുമ്പോൾ അതൊരു അഡിക്ഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാമല്ലോ. ഓക്കെ. അല്ലെ അതിന്റെ ഒരു അടിമത്വം. അതുകൊണ്ട് നമ്മൾ ആങ്സൈറ്റി കുറയ്ക്കുന്നതായിട്ടുള്ള സ്വഭാവ രീതികൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അവെയർ ആകുക. അല്ലെ നമ്മുടെ കുട്ടികൾ അങ്ങനെ ശീലിക്കുന്നുണ്ടോ? ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലരുണ്ടല്ലോ ആങ്സൈറ്റി ഉള്ള ഫിഡ്ജിറ്റ് ചെയ്തു, കാലിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പുതിയ പുതിയ കോപ്പിംഗ് സ്ട്രാറ്റജീസ് എത്തിക്കൊണ്ടേയിരിക്കും അല്ലേ? അതെ അതെ അതെ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ ഞാനത് എന്താണ് അതിന്റെ പുറകിലുള്ള കാര്യം, നമ്മളെ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ആങ്സൈറ്റി തന്നെയാണോ, അല്ലെ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചിന്തയിൽ ഒബ്സഷൻസ് ഉണ്ടോ, എന്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെ നമ്മൾ ഈ കാര്യം ഇങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ, അതെല്ലാം സെൽഫ് അവെയർ ആവേണ്ട മേഖലകളാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു ആങ്സൈറ്റി വളരെ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ ക്ലിനിക്കലി നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒത്തിരി കേസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ തിരിച്ചറിവും ഒരു ബോധ്യവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതും. അപ്പം ഇന്നത്തെ നമ്മുടെ ഒപ്പത്തിൻ്റെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആങ്സൈറ്റീസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഒരു പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.